ഈ 72 വയസ്സായേക്കുന്ന അല്ലെങ്കിൽ ഇവ മെഗാസ്റ്റാർ ഇത്ര ഫ്ലെക്സിബിളായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല. അത് കൈയടിക്കാനുള്ളതായിട്ടുണ്ട്. കിടക്കാച്ചി പടം നമുക്കുടെ സ്റ്റൈലും ആ ഇത് നമ്മുടെ സ്റ്റൈലാണ് ഇതിൽ മെയിൻ ഉണ്ട്. പിന്നെ വിജിഎം ഇതൊക്കെ ഇപ്രാവശ്യം വിഷു കയറും. പക്ഷെ മമ്മൂക്കാടെ നമുക്ക് വേറെ ലെവലാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. എങ്ങനെയുണ്ട് പടം? അടിപൊളിയായിരുന്നു, സൂപ്പർ, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. മമ്മൂക്ക വാസ് ദി ബെസ്റ്റ്. എനിക്കൊന്ന് കുറേ ഗെറ്റപ്പിലൊക്കെ വന്നിട്ട് എല്ലാം നല്ലതായിരുന്നു. പിന്നെ സസ്പെൻസ് ഒന്നും പറയുന്നില്ല. ഹി വാസ് സൂപ്പർ. മമ്മൂക്ക എന്താ പറയുക, എല്ലാ രീതിയിലും ലുക്സിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും എൻ്റെ ക്ലൈമാക്സിലൊക്കെ ഞെട്ടിച്ചു. അപ്പോൾ അത്രയും നല്ല മൂവിയായിരുന്നു. ഐ തിങ്ക് കാസ്റ്റിംഗ് വാസ് ഗുഡ്. ഹക്കീമാണെങ്കിലും ഗൗതം സാറാണെങ്കിലും ബാക്കി എല്ലാവരും, പിന്നെ അതുപോലെ തന്നെ ഡയറക്ടർ, റൈറ്റർ, പുള്ളിക്കും എല്ലാവർക്കും ടീമിന് കൺഗ്രാറ്റ്സ്. എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത്രയും ത്രില്ലിംഗ് ആയിട്ടൊരു സിനിമ എനിക്കൊന്ന് റീസെൻ്റ്ലി കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. ബിക്കോസ് വലിയ ഫ്ലോസ് ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അടുത്തത് എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനായിരുന്നു. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ് ഒന്നും പറയാനില്ല. അടിപൊളി എൻഗേജിങ് ആയിരുന്നു. മമ്മൂക്ക പിന്നെ ഗൗതം മേനോൻ സാറിനെ കാണാനായിട്ട് ഇറ്റ് വാസ് വെരി അമേസിങ്. നല്ലൊരു പടമായിരുന്നു, വേറെ ലെവലാണ്. അത് ഇൻ്റർവെൽ വരെ നമുക്ക് ഒന്നും മനസ്സിലാവാത്ത പോലൊരു സിനിമയാണ്. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ മമ്മൂക്കാടെ നമുക്ക് വേറെ ലെവലാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. അടിപൊളിയാണ്. ഞാൻ ഇതുവരെയും ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ആൾക്കാർ ഇത്രയും ചിരിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം. പക്ഷെ അടിപൊളി സാധനം, അടിപൊളി. നല്ല പടം കേട്ടോ. കുറച്ചൊന്നും കൂടെ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ആക്ടിങ് സ്റ്റൈലുണ്ട്. എനിക്ക് ഈ 72 വയസ്സായേക്കുന്ന അല്ലെങ്കിൽ ഇവ മെഗാസ്റ്റാർ ഇത്ര ഫ്ലെക്സിബിളായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല. അത് കൈയടിക്കാനുള്ളതായിട്ടുണ്ട്. ഒരു ഗെയിം, ഒരു എന്താ പറയുക, പബ്ജിയൊക്കെ പോലുള്ള ഒരു ഗെയിമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ പോലൊരു ഇതിനാണ് കഥ മേക്ക് ചെയ്തേക്കുന്നത്. നല്ലൊരു പടമായിരുന്നു. കാരണം മമ്മൂക്കാൻ്റെ എന്താ പറയുക, നല്ലൊരു അഭിനയം എന്ന് പറയുകയാണെങ്കിൽ സൂപ്പറായിരുന്നു. കാരണം ആക്ഷനും ഫൈറ്റ് എല്ലാം കൊണ്ടും. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് മമ്മൂക്കയുടെ അവസാനത്തെ ലുക്ക്. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ലുക്കിൽ മമ്മൂക്ക ഇറങ്ങി വന്നത്. വെറൈറ്റി പടം അങ്ങനെ പറയാം. മാസം അത്ര ഇതൊന്നുമില്ല. കിടക്കാച്ചി പടം നമുക്കുടെ സ്റ്റൈലും ആ ഇത് നമ്മുടെ സ്റ്റൈലാണ് ഇതിൽ മെയിൻ ഉണ്ട്. പിന്നെ വിജിഎം ഇതൊക്കെ ഇപ്രാവശ്യം വിഷു കയറും. ഡബിളൊക്കെ ലോ പോവില്ല, ഇതായിട്ട് കയറും. ലാസ്റ്റത്തെ 20 മിനിറ്റാണ് പടം. അത് മൊത്തം ആ സിനിമേനെ മറ്റേ ഒരു ബോളിൽ 6 റൺ അടിക്കണം, ഒരു ഹിറ്റ് അടിക്കാൻ. അത് മമ്മൂക്ക 6 അടിക്കണം. അതാണ് പരിപാടി. അതിപ്പോ ലാസ്റ്റ് ക്ലൈമാക്സിലുള്ള മമ്മൂക്കാന്റെ ലുക്കിനെ കുറിച്ച് ഭയങ്കര അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണണം. തിയേറ്ററിൽ പോയിട്ട് കണ്ടാലേ മാത്രമേ അത് പറയാൻ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. മലയാളത്തിൽ ഏറ്റവും സ്റ്റൈലിഷ് സ്റ്റാറാണ് മമ്മൂക്ക. ട്രെൻഡിങ് വെക്കുന്നതാണ്. ഈ സിനിമയിൽ ആ ഒരു സ്റ്റൈലിസ്റ്റ് സ്റ്റാറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കനെ ശരിക്കും ഈ പടത്തിലെ ഒരു സ്റ്റൈലിഷ് ഐക്കൺ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ സിനിമയിൽ.